ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പേടിയാണ് അല്ലേ? ഈ പേടിയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കംഫോർട്ട് സോണിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ പേടി അനുഭവപ്പെടുന്നത്. കാരണം നമുക്ക് ആ കംഫോർട്ട് സോണിൻ്റെ ഒരു ബൗണ്ടറി വിട്ട് പുറത്തേക്ക് കടക്കാനായിട്ട് ശരിക്കും പേടിയാണ്. ഇപ്പോൾ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ, ഞാൻ ട്യൂഷൻ എടുക്കുന്ന ഒരാളായിരുന്നു. 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിരുന്നു ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് പ്ലസ് 1 പ്ലസ് 2 എടുക്കാനായിട്ട് ഞാൻ സയൻസ് ആയിരുന്നു എടുത്തത്. പക്ഷേ എന്നാൽ പോലും എനിക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പേടിയായിരുന്നു. പക്ഷേ പിന്നീടൊരവസരത്തിൽ എനിക്ക് തോന്നി, എന്തുകൊണ്ട് എനിക്ക് അത് പറഞ്ഞു കൊടുത്തുകൂടാ? ഞാൻ ഈ പേടിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ അവസരങ്ങളാണ്. ഒരുപാട് പേര് വന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരു ഘട്ടത്തിൽ ഞാൻ സ്വയം പഠിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ എൻ്റെ കംഫോർട്ട് സോണിനപ്പുറം പോകാനായിട്ട് തുടങ്ങി. നിങ്ങളും അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഇന്ന് ഗ്രോത്തിൻ്റെ നമ്മളുടെ 13ാമത്തെ ദിവസം പേടിയുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കംഫോർട്ട് സോണിനപ്പുറത്തേക്ക് പോയാൽ മാത്രമേ നമ്മളുടെ ഗ്രോത്ത് ശരിയായ രീതിയിൽ വളരത്തുള്ളൂ. നമ്മൾ എന്തിനെയാണ് പേടിക്കുന്നതെന്ന് ആദ്യം കണ്ടെത്തുക, അല്ലെങ്കിൽ ആരെയാണ് പേടിക്കുന്നതെന്ന് കണ്ടെത്തുക. ആ പേടി മറികടക്കാനുള്ള വഴികൾ നമ്മൾ ചിന്തിക്കുക. അല്ലാതെ നമ്മൾ പേടിയാണെന്നും പറഞ്ഞ് ഭയന്നിരുന്നിട്ട് മാത്രം കാര്യമില്ല. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ്, എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ പേടിയും മടിയും നമ്മൾ മാറ്റിവെച്ചാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് പൂർണ്ണമായ രീതിയിൽ കിട്ടത്തുള്ളൂ. നമ്മുടെ കംഫോർട്ട് സോണിനപ്പുറം നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് കിട്ടത്തുള്ളൂ. പിന്നെ കൂടുതൽ ആളുകളും പേടിക്കുന്നത് സൊസൈറ്റിയാണ് അല്ലേ? സൊസൈറ്റി എന്ത് കരുതും, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും, അവരങ്ങനെ കരുതും, ഇവരിങ്ങനെ കരുതും. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ജസ്റ്റ് ഡോണ്ട് കെയർ. നമ്മൾ സൊസൈറ്റിയെ പറ്റിയല്ല ചിന്തിക്കേണ്ടത്, നമ്മളുടെ മനസാക്ഷിയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ സൊസൈറ്റി എന്ത് പറയുമെന്നുള്ളത് നോക്കിയിരുന്നാൽ നമ്മൾ അത് നോക്കിയിരിക്കത്തേ ഉള്ളൂ. സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെവിയിലെത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 ദിവസം അത് ഒരു പരദൂഷണം പോലെ പറയും അല്ലേ? പിറ്റേന്ന് 3ാം പക്കം നമ്മൾ പുതിയൊരു ന്യൂസിലേക്ക് പോകും. അത് തന്നെ നിങ്ങളുടെ കേസിലും ചെയ്യുന്നുള്ളൂ. ആളുകൾ എപ്പോഴും എല്ലാവരുടെയും കാര്യം എല്ലാവരും ഓർത്ത് വയ്ക്കുന്നില്ല. ഒരു പരദൂഷണം പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിന്നീട് അത് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ മാക്സിമം ലെവൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഡീറ്റോക്സിങ് ചെയ്യുന്നു, അല്ലെ സെൽഫ് കെയർ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പേടിയെ മറികടന്ന് നമ്മളുടെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഗ്രോത്തിൻ്റെ ഷോർട്സ് കണ്ടിന്യൂ ആയിട്ട് കാണണം. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. വീഡിയോസൊക്കെ കാണണം, അതുപോലെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. എല്ലാവർക്കും അപ്പം നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.